എന്താണ് ദൈവത്തിൻ്റെ പരമാധികാരം? എന്താണ് മനുഷ്യന് സ്വയമേ തീരുമാനിക്കുവാനായിട്ടുള്ള ഇച്ഛാശക്തി? ഇത് തമ്മിൽ മ്യൂച്വലി, അതായത് ഒരുമിച്ച് നിലനിൽക്കുവാൻ സാധിക്കുമോ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ? ദൈവം തൻ്റെ ഹിതം നമ്മുടെ മേൽ നിർബന്ധിക്കാറുണ്ടോ? നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള കഴിവുണ്ടോ, ശക്തിയുണ്ടോ? ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു ഇറ്റേണിറ്റി. ഓക്കെ, ഈ ഒരു വിഷയം നൂറ്റാണ്ടുകളായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സന്ദേശത്തിൽ എൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ഇൻ്റലക്റ്റിനെ ഒന്ന് സ്പാർക്ക് ചെയ്യുക, കൂടുതൽ ഈ വിഷയത്തെപ്പറ്റി പഠിക്കുവാൻ ഒരു പ്രേരണ നൽകുക, അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിബ്ലിക്കൽ കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ വന്നു ചേരണം. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ പരമാധികാരം അല്ലെങ്കിൽ ഗോഡ്സ് സോവറിനിറ്റി? അതിൻ്റെ അർത്ഥം ദൈവം സകല സൃഷ്ടിയുടെ മേലും ദൈവം തൻ്റെ ശക്തിയെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. ആൻഡ് ദൈവത്തിന് ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രകാരം എന്ത് കാര്യങ്ങളും ചെയ്യുവാനായിട്ടുള്ള അധികാരവും ശക്തിയുമുണ്ട്. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ സ്വന്തം ഇച്ഛാശക്തി അല്ലെങ്കിൽ ഫ്രീ വിൽ ഓഫ് മാൻ എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ അർത്ഥം മനുഷ്യന് സ്വയമേ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള കഴിവുണ്ട്. ആൻഡ് ദൈവത്തിൻ്റെ ഇടപെടലോ നിർബന്ധമില്ലാതെയോ മനുഷ്യന് സ്വയമേ തൻ്റെ ഇഷ്ടപ്രകാരവും തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള കഴിവും ശക്തിയുമുണ്ട്. മനുഷ്യന് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കാം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും മനുഷ്യൻ്റെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ ഒന്ന് കാണണം, അടിസ്ഥാനപരമായിട്ട്. അതായത് കാൽവിനിസം, ആർമീനിയനിസം, ഇത് തമ്മിലുള്ള ഈ രണ്ട് ചിന്താഗതികൾ തമ്മിലുള്ള ഒരു ഡിബേറ്റ്, ഒരു സംവാദം നമ്മൾ ആദ്യം ഒന്ന് ഷോർട്ടായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളത് മനസ്സിലാക്കണം. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്താണ് കാൽവിനിസം? കാൽവിനിസം കൊണ്ടുവന്നത് ഫ്രഞ്ച് റീഫോമറായ ജോൺ കാൽവിൻ ആയിരുന്നു. താൻ ജീവിച്ചിരുന്നത് 1509 മുതൽ 1564 വരെയുള്ള കാലയളവിലാണ്. തൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന് തൻ്റെ രക്ഷയുടെ മേൽ യാതൊരുവിധ കൺട്രോളുമില്ല. രക്ഷ മുഴുവനുമായിട്ടും ദൈവമാണ് നടത്തുന്നതെന്നും മനുഷ്യൻ്റെ കൺട്രോളിൽ അത് വരുന്നേയില്ല എന്നാണ് കാൽവിൻ പഠിപ്പിച്ചത്. അപ്പോൾ പിന്നെ എന്താണ് അർമീനിയനിസം? അർമീനിയനിസം കൊണ്ടുവന്നത് ഡച്ച് റീഫോമറായിരുന്ന ജാക്കോബസ് അർമീനിയസ് ആണ്. താൻ ജീവിച്ചിരുന്നത് 1560 മുതൽ 1609 വരെയുള്ള കാലയളവിലാണ്. തൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം രക്ഷയെ നൽകി തന്നിരിക്കുക. അപ്പോൾ തന്നെ മനുഷ്യന് സ്വയമേ സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ ക്രിസ്തുവിനെയും ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന രക്ഷയും തീരുമാനിക്കുവാൻ, സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു ശക്തിയുണ്ടെന്ന്. ആൻഡ് ഇത് കുറച്ചും കൂടെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള കോർ ബിലീഫ്സ്, അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങളെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതിന് കാൽവിനിസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങളെ നമ്മളൊന്ന് തൊട്ട് നോക്കാൻ പോവുകയാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്രകാരം കാൽവിനിസത്തെ പറ്റി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് കാണും. അതിൻ്റെ ആ ഷോർട്ട് ഫോം, കാൽവിനിസത്തിൻ്റെ ഉപദേശങ്ങളുടെ ഷോർട്ട് ഫോം ട്യൂലിപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബൈ ദ വേ, നിങ്ങൾക്ക് ഇപ്രകാരമുള്ള സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്തേക്കുക. ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തേക്കാം. ടെലഗ്രാം ചാനലിൽ എല്ലാ സന്ദേശങ്ങളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നമ്മൾ ഇനി തൊട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നൗ ബാക്ക് ടു ദ വീഡിയോ. ട്യൂലിപ്പിലെ ഓരോ അക്ഷരങ്ങളുമാണ് കാൽവിനിസത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങൾ. അപ്പോൾ തന്നെ എങ്ങനെയാണ് അർമീനിയനിസം അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതെന്നുള്ളതും കൂടെ നമ്മളൊന്ന് കാണും. അപ്പോൾ ട്യൂലിപ്പിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ടി. ടി എന്ന് വെച്ചാൽ ടോട്ടൽ ഡിപ്രേവിറ്റി. കാൽവിൻ പറഞ്ഞത് മനുഷ്യൻ മുഴുവനുമായിട്ടും നശിച്ചിരിക്കുക, അവൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് രക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു രീതിയിലും നേടിയെടുക്കുവാൻ സാധിക്കില്ല. നമുക്ക് നമ്മുടെ രക്ഷ സംബന്ധിച്ച് നമ്മൾ നിസ്സഹായരാണ്. അതുകൊണ്ട് തന്നെ രക്ഷ മുഴുവനുമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നാണ് താൻ പഠിപ്പിച്ചത്. അതിന് ഉദാഹരണമായിട്ട് താൻ എടുത്ത വാക്യങ്ങളാണ് എഫേസ്യർ 2:1. അവിടെ പറയുന്നത് നാം നമ്മുടെ പാപങ്ങളിലും അകൃത്യങ്ങളിലും മരിച്ചിരിക്കുകയായിരുന്നുവെന്ന്. പിന്നെ റോമർ 3:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നത് ആരും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. പിന്നെ യോഹന്നാൻ 6:44 യേശു തന്നെ പറയുന്നുണ്ടല്ലോ, പിതാവ് ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കാൽവിൻ അപ്രകാരം ഒരു നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ അർമീനിയസ് പറഞ്ഞത്
മനുഷ്യന് ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം അപ്രകാരമുള്ള ഒരു രക്ഷയുടെ പ്രവൃത്തി മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. താൻ പറഞ്ഞത് ദൈവം സകലർക്കും പ്രിവീനിയൻ ഗ്രേസ്, അതായത് ദൈവത്തെ സ്വീകരിക്കുവാനായിട്ടുള്ള തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ആ ഒരു കഴിവ്, അതിനുള്ള കൃപ ദൈവം സകലർക്കും നൽകിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യന് രക്ഷ, അതായത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷയും സ്വീകരിക്കുവാൻ മനുഷ്യന് ഒരു ശക്തി, ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാണ് അർമീനിയസ് പറഞ്ഞത്. പിന്നെ ട്യൂലിപ്പിലെ രണ്ടാമത്തെ അക്ഷരമായ യു എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ഇലക്ഷൻ. കാൽവിൻ പറഞ്ഞത് നമ്മുടെ രക്ഷ ആശ്രയിച്ചിരിക്കുന്നത് നാം എന്താണെന്നോ നാം ആരാണെന്നോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല. രക്ഷ അൺകണ്ടീഷനല്ല, അതായത് ഒരു കണ്ടീഷൻ ഇല്ലാതെ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് ദൈവം ആണ് തീരുമാനിക്കുന്നത് നമ്മെ രക്ഷപ്പെടുത്തുവാൻ. അതിന് എഫേസ്യർ 1:4 വാക്യമാണ് താൻ ഉദാഹരണമായിട്ട് എടുത്തത്. അവിടെ പറയുന്നത്, ഈ ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. എന്തിനാണ്? നാം വിശുദ്ധമായിരിക്കുവാനും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി തീരുവാനും വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തു വന്നു. പക്ഷേ അർമീനിയസ് വന്നപ്പോൾ അർമീനിയസ് പറഞ്ഞത് എന്താ? ഇലക്ഷൻ അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് കണ്ടീഷണലായിട്ടുള്ള രീതിയിലാണ്. അർമീനിയസ് വിശ്വസിച്ചിരുന്നത് ദൈവം തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ മേലാണ്. താൻ പറഞ്ഞത് ഇപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ മനുഷ്യൻ്റെ ഉത്തരവാദിത്തത്തെയും ദൈവത്തിൻ്റെ നീതിയെയും ഇതിനെ രണ്ടിനെയും ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന്. അതിന് ഉദാഹരണമായിട്ട് താൻ പറഞ്ഞത് റോമർ 8:29 അവിടെ പറയുന്നുണ്ടല്ലോ, ദൈവം മുന്നറിഞ്ഞവരെ താൻ മുൻ നിയമിച്ചുമിരിക്കുന്നുവെന്ന്. ഇവിടെയാണ് മുന്നറിവ് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നത്. അതിനെപ്പറ്റി കുറച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ പറയാം. അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ കാൽവിനിസവും അർമീനിയസവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ, കാൽവിൻ പറഞ്ഞത് ദൈവമാണ് ഒരു മനുഷ്യൻ്റെ രക്ഷയെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തുടക്കം വെക്കുന്നതെന്ന്. പക്ഷേ അർമീനിയസ് പറഞ്ഞത് ദൈവം തുടങ്ങി വെക്കുന്ന കൃപയ്ക്ക് അതിന് പ്രതികരണമായിട്ടാണ് മനുഷ്യൻ പ്രതികരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ പ്രതികരിക്കുമ്പോൾ ദൈവം തിരിച്ച് പ്രതികരിച്ച് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തുക. ഇനി ആ ട്യൂലിപ്പിലെ മൂന്നാമത്തെ അക്ഷരമായ എൽ ലിമിറ്റഡ് അറ്റോൺമെൻറ്റ്. കാൽവിൻ പറഞ്ഞത് യേശു കാൽവറി ക്രൂശിൽ മരിച്ചത് ഈ ലോകത്തിൻ്റെ അതായത് മാനവജാതിയുടെ പാപത്തിന് വേണ്ടിയല്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാപത്തിന് വേണ്ടി മാത്രമാണ് യേശു കാൽവറി ക്രൂശിൽ മരിച്ചത് എന്നാണ് കാൽവിൻ പറഞ്ഞത്. താൻ പറഞ്ഞത് യേശുവിൻ്റെ മരണം കൊണ്ട് രക്ഷിക്കപ്പെടാത്തവരോ അല്ലെങ്കിൽ ദൈവത്തെ സ്വീകരിക്കാത്തവർക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല എന്നാണ് കാൽവിൻ പറഞ്ഞത്. പക്ഷേ അർമീനിയസ് പറഞ്ഞത് യേശുവിൻ്റെ ക്രൂശ് മരണം അല്ലെ യേശു ക്രൂശിൽ മരിച്ചത് മാനവജാതിയുടെ മുഴുവൻ പാപത്തിന് വേണ്ടിയാണെന്ന്. യോഹന്നാൻ 3:16 അതല്ലേ പറയുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇനിയിപ്പോൾ നാലാമത്തെ ആ ഒരു അക്ഷരമാണ് ട്യൂലിപ്പിലെ ഐ സ്റ്റാൻഡ്സ് ഫോർ ഇറസിസ്റ്റബിൾ ഗ്രേസ്. കാൽവിൻ പറഞ്ഞത് ദൈവത്തിന് ഒരു വ്യക്തിയെ രക്ഷിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൃപയെ തിരസ്കരിക്കാൻ സാധിക്കില്ല. എന്ത് സംഭവിച്ചാലും ആ വ്യക്തി രക്ഷിക്കപ്പെടും. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ ചലിക്കും. വേണ്ടിയ വിശ്വാസം ആ വ്യക്തിക്ക് വേണ്ടി ദൈവം കൊടുക്കും. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കും. എന്ത് സംഭവിച്ചാലും ആ വ്യക്തി എന്ത് ചെയ്താലും ചെയ്തില്ലേലും ആ വ്യക്തി രക്ഷിക്കപ്പെടും എന്നാണ് കാൽവിൻ പറഞ്ഞത്. ആരെല്ലാമാണോ രക്ഷിക്കപ്പെടേണ്ടത്, ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം രക്ഷിക്കപ്പെടേണ്ടത്, അത് അവർക്ക് വേണ്ടിയാലും വേണ്ടിയില്ലേലും അവർ രക്ഷിക്കപ്പെട്ടിരിക്കും എന്നാണ് കാൽവിൻ പറഞ്ഞത്. യോഹന്നാൻ 6:37 ഒരു ഉദാഹരണമായിട്ട് താൻ പറഞ്ഞത്. അതായത് പിതാവ് എനിക്ക് തരുന്ന ആരെല്ലാമാണോ അവർ എങ്കിലേക്ക് വരും എന്നല്ലേ യേശു പറഞ്ഞത്. അത് വെച്ചുകൊണ്ടാണ് കാൽവിൻ അത് പറഞ്ഞത്. പക്ഷെ അർമീനിയസ് വന്നപ്പോൾ അർമീനിയസ് പറഞ്ഞത് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ എതിർത്ത് നിൽക്കുവാൻ അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ ആ വിളിയെയൊക്കെ തിരസ്കരിക്കുവാൻ സാധിക്കും. ശരിയാണ്, ദൈവം സകലർക്കും കൃപ നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് എന്തെല്ലാം ചെയ്യണമോ അങ്ങനെയെല്ലാം ചെയ്ത് ആ വ്യക്തിയെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടണ്ട എന്നുണ്ടെങ്കിൽ, അതായത് ദൈവം തരുന്ന ഓഫറിനെ തള്ളിക്കളയണമെങ്കിൽ ആ വ്യക്തിക്ക് തള്ളിക്കളയാം, ദൈവത്തിൻ്റെ കൃപയെ തിരസ്കരിച്ച് കളയാം. അപ്പോൾ ബേസിക്കലി ഉത്തരവാദിത്തം ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിന്ന്
മനുഷ്യൻ്റെ മേലാണ് ഉത്തരവാദിത്തം വരുന്നത്. രക്ഷിക്കപ്പെടണോ, ദൈവത്തെ സ്വീകരിക്കണോ, ദൈവ ഇഷ്ടം സ്വീകരിക്കണോ എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം ദൈവത്തിലല്ല, മനുഷ്യൻ്റെ മേലാണ് അപ്പോൾ വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം സകലത്തിൻ്റെ മേലും പരമാധികാരിയായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. മത്തായി 22:14 അവിടെ വായിക്കുന്നത്, അനേകരെയാണ് വിളിക്കപ്പെട്ടത്, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇനി ട്യൂലിപ്പിലെ അവസാനത്തെ അക്ഷരമായ പി സ്റ്റാൻഡ്സ് ഫോർ പെർസിവറൻസ് ഓഫ് ദ സെയിൻസ്. കാൽവിൻ പറഞ്ഞത്, നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ നിലനിൽക്കും. ഒരു രീതിയിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന്, ക്രിസ്തുവിലുള്ള രക്ഷയിൽ നിന്ന് പിന്മാറിപ്പോകുകയില്ല. ആ വ്യക്തിക്ക് ഒരു രീതിയിലും തൻ്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാണ് കാൽവിൻ പഠിപ്പിച്ചത്. യൂദ 1:24 ഒരു ഉദാഹരണമായിട്ട് താൻ എടുത്തത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് എന്നങ്ങനെ പറഞ്ഞു പോവുകയാണ്. പക്ഷേ അർമീനിയസ് വന്നപ്പോൾ അർമീനിയസ് പറഞ്ഞത്, ഏതൊരു വിശ്വാസിക്കും തൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു സമയത്തും ആ വിശ്വാസത്തിൽ നിന്ന്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് നീങ്ങി മാറിപ്പോകാം, തൻ്റെ രക്ഷയെ തനിക്ക് നഷ്ടപ്പെടുത്തി കളയാം. ബേസിക്കലി താൻ പറഞ്ഞത്, പാപിയായ മനുഷ്യനല്ലേ ദൈവത്തെയും ദൈവമൊരുക്കിയ രക്ഷയും തിരഞ്ഞെടുത്തത് ആദ്യം തന്നെ. അപ്പോൾ അതേ മനുഷ്യന് ആ വിശ്വാസത്തിൽ നിന്ന്, ആ രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നീങ്ങി മാറിപ്പോകാനായിട്ടുള്ള സ്വാതന്ത്ര്യവും സാധ്യതയുമുണ്ട്. എബ്രായർ 6:4-6 വരെയുള്ള വാക്യങ്ങൾ ഉദാഹരണമാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പിന്നെ 2 പത്രോസ് 2:20-22 വരെയുള്ള വാക്യങ്ങളിലും, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. അപ്പോൾ ഈ ഒരു അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലെ ലൈഫ് പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ്, ഗോഡ് ക്യാൻ ഡു വാട്ട് എവർ ഹി വാണ്ട്സ് ആൻഡ് ദാറ്റ് ഈസ് ഗോഡ്സ് സോവറിറ്റി. ദൈവത്തിൻ്റെ പരമാധികാരം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം. സങ്കീർത്തനം 115:3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം സ്വർഗത്തിലിരിക്കുന്നു, അവന് ഇഷ്ടമുള്ളത് അവൻ ചെയ്യുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 40:12-31 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം, ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അബ്സല്യൂട്ടായിട്ടുള്ള സ്വയം ഇച്ഛാശക്തിയുണ്ട്. മനുഷ്യന് അബ്സല്യൂട്ടായിട്ടുള്ള സ്വയം ഇച്ഛാശക്തി ഉണ്ടോ? എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് പല സ്ഥലങ്ങളിൽ ഒരേ സമയം ഇരിക്കുവാൻ സാധിക്കുമോ? ആഗ്രഹം കാണും, പക്ഷെ നടക്കുമോ? ഇല്ല. നമുക്ക് നമ്മുടെ ഈ കൈ കൊണ്ട് 1 ടൺ വെയിറ്റിനെ പൊക്കാൻ സാധിക്കുമോ? ആഗ്രഹം കാണും, പക്ഷേ സാധിക്കില്ല. നമുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അതും പറ്റത്തില്ല. ഇൻഫാക്ട് നമ്മുടെ സ്വന്തം ഇച്ഛാശക്തി എന്ന് പറയുന്നത് ലിമിറ്റഡാണ്, പരിമിതിയുള്ളതാണ്. ശരിയാണ്, നമുക്ക് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു കഴിവുണ്ട്, പക്ഷേ അത് അബ്സല്യൂട്ടായിട്ടുള്ള സ്വയം ഇച്ഛാശക്തിയല്ല. ഇനി രണ്ടാമത്തെ ലൈഫ് പ്രിൻസിപ്പിളാണ്, മാൻസ് ചോയ്സ് അഫക്ട്സ് ഗോഡ്സ് ചോയ്സ് ആൻഡ് ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് മാൻസ് ഫ്രീ വിൽ. മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതാണ് മനുഷ്യൻ്റെ സ്വയം ഇച്ഛാശക്തിയുടെ പ്രത്യാഘാതം. മത്തായി 23:37 യേശു പറഞ്ഞത്, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. പിന്നീട് യോഹന്നാൻ 3:19 നമ്മൾ വായിക്കുന്നത്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. അപ്പോസ്തല പ്രവൃത്തികൾ 7:51 സ്തെഫാനോസ് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ തന്നെ നിങ്ങളും ചെയ്യുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് എതിരെ നിൽക്കുന്നുവെന്ന്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിന് എന്തോ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മനുഷ്യന് വില്ലിങ് അല്ല, മനുഷ്യൻ ഒരുക്കമില്ല. ദൈവം തൻ്റെ ഇഷ്ടത്തെ അവരുടെ മേൽ നിർബന്ധിച്ചോ? ഇല്ല.
അവർക്ക് ഒരുക്കമില്ലാഞ്ഞിട്ട് കൂടി ദൈവം അവരുടെ മേൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിർബന്ധിച്ചു വല്ലതും ചെയ്തോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ ഓണർ ചെയ്യും, മാനിക്കും. ദൈവം അതായത് മാനുഷിക തീരുമാനങ്ങളെ, നമ്മുടെ തീരുമാനങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യും, അതിനെ മാനിക്കും. ആവർത്തന പുസ്തകം 30:19 വായിക്കുന്നത്, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും, എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പറഞ്ഞിട്ട് പറയുക, ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. പിന്നെ ലൂക്കോസ് 10:38-42 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറയുകയാണ്, മറിയ, അതായത് ലാസറസിൻ്റെ പെങ്ങളായ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുകയുമില്ല എന്ന്. ഇനി മൂന്നാമത്തെ ലൈഫ് പ്രിൻസിപ്പിളാണ്, ഗോഡ് ന്യൂ ഹൂ വിൽ ചൂസ് ഹിം. ദാറ്റ് ഈസ് ഗോഡ്സ് ഫോർ നോളജ്. ദൈവത്തിന് നേരത്തെ തന്നെ അറിയാം ദൈവത്തെ ആരെല്ലാം സ്വീകരിക്കുമെന്ന്. അത് ദൈവത്തിൻ്റെ മുൻ അറിവിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. എഫേസ്യർ 1:3-5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവിടെ മുൻ നിയമിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നിശ്ചയിച്ച് വെക്കുക. അതുപോലെ തന്നെ 1 പത്രോസ് 1:2 നമ്മൾ വായിക്കുന്നത്, പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം. അപ്പോൾ ഇവിടെ എല്ലാം കാണിക്കുന്നത് ദൈവത്തിൻ്റെ മുന്നറിവാണ്. പിന്നെ നാലാമത്തെ ലൈഫ് പ്രിൻസിപ്പിളാണ്, ഗോഡ് പേവ്ഡ് ദ വേ ഫോർ എവരി വൺ ടു ബി സേവ്ഡ് ബിക്കോസ് ഹി ലവ്സ് എവരി വൺ. ദൈവം സകലരും രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അതിനുള്ള വഴിയെ ഒരുക്കി വെച്ചു, കാരണം അവൻ സകലരെയും സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 2:2 വായിക്കുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അവൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. അവിടെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ പാപത്തിന് പരിഹാരമായി കൊടുക്കുന്ന വില, ആ പേയ്മെൻറ്റ്. യേശു ആ മുഴുവൻ വിലയും നൽകിക്കഴിഞ്ഞു. ഈ യോഹന്നാൻ ഇത് എഴുതുന്നത് ക്രിസ്ത്യാനികൾക്കാണ്, വിശ്വാസികൾക്കാണ്. ആൻഡ് അവൻ എഴുതിയത് യേശു മാനവജാതിയുടെ മുഴുവൻ പാപത്തിനു വേണ്ടി, മുഴുവൻ മാനവജാതിയുടെ പാപത്തിനും വേണ്ടിയാണ് പ്രായശ്ചിത്തമായതെന്ന്. അല്ലാതെ ക്രിസ്ത്യാനിക്ക് മാത്രമായിട്ടല്ല യേശു പ്രായശ്ചിത്തമായത്. ഇവിടെയാണ് ദൈവം ചിലരെ സ്വർഗത്തിൽ പോകാൻ മുൻനിയമിച്ചു, ചിലരെ നരകത്തിൽ പോകാൻ മുൻനിയമിച്ചു എന്ന് പറയുന്ന വാദം പൊളിയുന്നു. കാരണം അത് ശരിയായിരുന്നെങ്കിൽ യോഹന്നാൻ 3:16 വാക്യത്തിന് അർത്ഥമില്ലാതായേനെ. യോഹന്നാൻ 3:16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, അതായത് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുപോലെ തന്നെ യെഹെസ്കേൽ 33:11 പറയുന്നത്, ദൈവം പറയാണ്, എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ തിരുവിൻ, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്നവരോട് പറക. പിന്നെ 1 തിമോത്തിയോസ് 2:3-4 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് സകലരും രക്ഷിക്കപ്പെടണമെന്ന്. 2 പത്രോസ് 3:9 വാക്യത്തിൽ പറയുന്നത്, ആരും നശിച്ചു പോകാതെ ഇരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം ചിലരെ നരകത്തിൽ പോകുവാൻ മുൻ നിയമിച്ചെങ്കിൽ അങ്ങനെയുള്ളവരുടെ പാപത്തിന് മറുവിലയായി യേശു ക്രൂശിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, യേശുവിന് ആ വില കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇതിനെ ബെസ്റ്റായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അർമീനിയസ് പറഞ്ഞ ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മോഡലാണ്. അതായത് എല്ലാവരെയും ദൈവം യഥാർത്ഥമായും രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്. സകലരുടെ മേലും ദൈവം തൻ്റെ കൃപ പകരുന്നുമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഓഫറിനെ തള്ളിക്കളയുക, തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. ആർക്കും ദൈവത്തെ കുറ്റപ്പെടുത്തുവാനും സാധിക്കില്ല. ഇനിയാണ് 5ാമത്തെ ലൈഫ് പ്രിൻസിപ്പിൾ, വി കനോട്ട് ഫുള്ളി കോംപ്രിഹെൻഡ് ഗോഡ് ആൻഡ് ഹിസ് വേസ്. നമുക്ക് ദൈവത്തിൻ്റെ വഴിയെയും ദൈവത്തെയും പൂർണ്ണമായിട്ടുള്ള രീതിയിൽ 100% മനസ്സിലാക്കുവാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ പരിമിതമായിട്ടുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ പരിമിതമായിട്ടുള്ള ഈ ക്വാളിറ്റിയും വെച്ചുകൊണ്ട് പരിമിതി ഇല്ലാത്ത ദൈവത്തെ മനസ്സിലാക്കുവാൻ, പൂർണ്ണമായിട്ടും 100% മനസ്സിലാക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. യെശയ്യാവ് 55:8-9 വാക്യങ്ങളിൽ പറയുന്നത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു.
ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ സ്വയം ഇച്ഛാശക്തിയും ഒരുമിച്ച് ചേർന്ന് പോകുന്നത്? ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ ഹിതവും അവൻ്റെ തിരഞ്ഞെടുപ്പുകളുമുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇഷ്ടവും മനുഷ്യൻ്റെ തീരുമാനങ്ങളുമുണ്ട്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യന് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുവാനായിട്ടുള്ളൊരു ക്വാളിറ്റിയും കൂടെ ദാനമായി ദൈവം കൊടുത്തു. അതല്ലേ ഉൽപ്പത്തി 1:26 നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ ദൈവം നമ്മുടെ തീരുമാനങ്ങളെ മാനിക്കുന്നു. ആൻഡ് എന്താണോ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം തീരുമാനിക്കുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ട്, അതിനനുസരിച്ചുള്ള ആ ഒരു ആഫ്റ്റർ എഫക്റ്റ്, പ്രത്യാഘാതങ്ങളും ദൈവം നൽകി തരുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു റെയിൽവേ ട്രാക്കിലെ 2 പാളങ്ങൾ പോലെയാണ്. 2 പാളങ്ങളും ആവശ്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെ കൂടുതൽ ഊന്നിപ്പറഞ്ഞാൽ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന സ്വയമേ തീരുമാനിക്കുവാനായിട്ടുള്ള ഇച്ഛാശക്തിയെ നമ്മൾ കുറച്ച് കണ്ടു തുടങ്ങും. ഇനിയിപ്പോൾ മനുഷ്യൻ്റെ സ്വയം ഇച്ഛാശക്തിയെ നമ്മൾ കൂടുതൽ ഊന്നിപ്പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ദൈവം തൻ്റെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന് സ്വതന്ത്രമായി തീരുമാനിക്കുവാനായിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ്, ആ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദൈവത്തിൻ്റെ കൈവശം ഇൻഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരിധി ഇല്ലാത്ത വിധത്തിലുള്ള കഴിവും അതിനുള്ള റിസോഴ്സസ്, സാമഗ്രികളും ഒക്കെ ഉള്ളതും കൊണ്ട് തന്നെ മനുഷ്യനെ അപ്രകാരം ഫ്രീ ആയിട്ട് തിരഞ്ഞെടുക്കാൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് കൊടുത്തത് കൊണ്ട് തന്നെ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ദൈവത്തിന് എന്തും എങ്ങനെ വേണേലും ചെയ്യുവാനായിട്ടുള്ളൊരു കഴിവുമുണ്ട്. ദൈവത്തിന് അറിയാം നാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം തീരുമാനിച്ചാൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന്. മറിച്ച് നാം ദൈവത്തിൻ്റെ ഹിതത്തെ തള്ളിക്കളഞ്ഞാൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്നുള്ളതും ദൈവത്തിനറിയാം. ആൻഡ് ഇവിടെയാണ് മോളിനിസം എന്ന് പറയുന്ന ഒരു നിലപാടിൻ്റെ പ്രസക്തി. മോളിനിസം കൊണ്ടുവന്നത് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ജെസുവിറ്റ് ലൂയി ഡി മുളിനെയാണ്. താൻ പറഞ്ഞത് ദൈവത്തിനറിയാം ദൈവത്തെ സ്വീകരിക്കുന്നത് ആരാണെന്നും ദൈവത്തെ തള്ളിക്കളയുന്നത് ആരാണെന്നുള്ളത്. പക്ഷേ ആരുടെ മേലും ദൈവത്തിൻ്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കില്ല. രക്ഷയുടെ വിഷയത്തെ സംബന്ധിച്ച് എന്താണോ ഒരു വ്യക്തി തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തി രക്ഷയെ സംബന്ധിച്ചെടുക്കുന്ന ആ തീരുമാനത്തെ ദൈവം മാനിക്കും. മത്തായി 11:21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത്. അതായത് നിന്നിൽ ചെയ്ത അത്ഭുതങ്ങൾ സോരിലും സീദോനിലും ചെയ്തായിരുന്നെങ്കിൽ അവർ രട്ടിലും വെണ്ണീരിലും പണ്ടേ മാനസാന്തരപ്പെട്ടേനേൻ. പിന്നെ അതുപോലെ 1 ശമൂവേൽ 23:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത് ദാവീദ് ദൈവത്തോട് ചോദിക്കുക, കെയില എന്ന് പറയുന്ന പട്ടണത്തിലെ മനുഷ്യർ ദാവീദിനെ ശൗലിൻ്റെ കൈവശത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന്. അപ്പോൾ ദൈവം പറയാണ് അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന്. അതായത് ഗോഡ് നോസ് ഹൈപ്പോത്തറ്റിക്കൽ ഔട്ട്കംസ്. ദൈവത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുവാൻ പോകുന്നതെന്നുള്ള എല്ലാ സാധ്യതകളെക്കുറിച്ചും ദൈവത്തിനറിയാം. അപ്പോൾ ശക്തമായിട്ടുള്ള മനുഷ്യൻ്റെ സ്വയം ഇച്ഛാശക്തിയെയാണ് നിങ്ങൾക്ക് ഊന്നിപ്പറയണം, ആ ഒരു നിലപാടാണ് നിങ്ങൾക്ക് എടുക്കുവാൻ ഇഷ്ടമെങ്കിൽ ഏറ്റവും നല്ല ഫിറ്റ് വെസ്ലേയൻ അർമീനിയനിസമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ യാക്കോബസ് അർമീനിയൻസ് ആണല്ലോ ഈ കണ്ടീഷണൽ ഇലക്ഷൻ, അതായത് ദൈവം തിരഞ്ഞെടുക്കുന്നത് കണ്ടീഷനോടുകൂടിയാണെന്നുള്ളത് മുന്നോട്ട് വെച്ചെന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് വന്ന ജോൺ വെസ്ലി അതിനെ കുറച്ചും കൂടെ ഒന്ന് റിഫൈൻ ചെയ്തിട്ട് പറഞ്ഞു, ദൈവം സകലരുടെ മേലും ദൈവത്തെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള കൃപ പകരുന്നുണ്ട്. ആൻഡ് യഥാർത്ഥ മാനുഷിക ചോയ്സ് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ളൊരു കഴിവും മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ വെസ്ലേയൻ ആർമീനിയനിസം എന്ന് വിളിക്കുന്നത്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് ദൈവം സകലരുടെ മേലും കൃപ പകരുന്നു, മനുഷ്യന് യഥാർത്ഥത്തിൽ സ്വീകരിക്കുവാനും തള്ളിക്കളയുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവമാണ് ഈ കൃപ തുടങ്ങി വെക്കുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദൈവം പരമാധികാരിയായി തന്നെ നിലനിൽക്കുന്നു. മനുഷ്യന് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമുള്ളതും അർത്ഥവത്തായിട്ടുള്ള സ്വാതന്ത്ര്യവുമാണ്. അതായത് മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് റോബോട്ടിനെ പോലെയല്ല. ദൈവം എന്തു പറയുന്നു മനുഷ്യനനുസരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം പോലെയല്ല ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യന് ദൈവം യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇനിയിപ്പം ശക്തമായിട്ടുള്ള ദൈവിക പരമാധികാരത്തെയും അതുപോലെ തന്നെ യഥാർത്ഥ മാനുഷിക സ്വയം ഇച്ഛാശക്തിയും ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഫിറ്റ് മോളിനിസമാണ്. അതായത് ദൈവത്തിനറിയാം മനുഷ്യൻ എന്തെല്ലാം തിരഞ്ഞെടുപ്പുകളായിരിക്കും എടുക്കുന്നതെന്നുള്ളത്, മനുഷ്യൻ സ്വയമേ എന്താണ് തീരുമാനിക്കുവാൻ പോകുന്നതെന്നുള്ളത് ദൈവത്തിനറിയാം. അതുപോലെ അത് പ്രകാരം ദൈവം ലോകത്തെയും ലോകത്തിലുള്ള സാഹചര്യങ്ങളെയും ഒരുക്കും.
മനുഷ്യൻ്റെ തീരുമാനങ്ങൾ അപ്പോഴും മനുഷ്യൻ്റെ മേൽ തന്നെയാണ്. സ്വാതന്ത്ര്യം മനുഷ്യന് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയെല്ലാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നിവൃത്തിയാക്കപ്പെടും. ഞാൻ ഈ പറയാൻ പോകുന്ന ഉദാഹരണം നാം ഈ ഒരു വിഷയത്തെ ചൊല്ലി വഴക്കിടാതിരിക്കാൻ വേണ്ടിയാണ്. ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും എന്ന് പറഞ്ഞ സഹോദരന്മാർ അവർ അർമീനിയൻ വിശ്വാസ സിസ്റ്റത്തോട് ചേർന്നാണ് നിന്നത്. പക്ഷെ അപ്പോൾ തന്നെ അവരുടെ ക്ലോസ് സുഹൃത്ത് ജോർജ് വൈറ്റ്ഫീൽഡ് വളരെ ശക്തമായിട്ടുള്ളൊരു കാൽവിനിസ്റ്റ് ആയിരുന്നു. അവർ തമ്മിൽ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ പിന്നീട് സുഹൃത്തുക്കളായിട്ടൊക്കെ തന്നെ നിലനിന്നു. അപ്പോൾ തന്നെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള തിയോളജിക്കലായിട്ടുള്ള വേദശാസ്ത്രപരമായിട്ടുള്ള ഈ വ്യത്യാസങ്ങളെ അവർ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അവർ സുഹൃത്തുക്കളായി നിൽക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയങ്ങളെ ഓർത്ത് നമ്മൾ അടികൂടേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെപ്പറ്റി പല ഒരു പോയിന്റ് അല്ലെങ്കിൽ പല നിലപാടുകൾ ഓരോരുത്തർക്കും എടുക്കാം. പക്ഷെ അപ്പോൾ തന്നെ നമുക്ക് ഏവർക്കും അംഗീകരിക്കുവാൻ, ഒരുപോലെ എഗ്രി ചെയ്യുവാൻ, സമ്മതിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ് യേശു ദൈവമാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം പിതാവാം ദൈവം നമ്മുടെ മേൽ സൗജന്യമായി നിത്യജീവൻ കണക്കിടുന്നു. അതിൽ നമുക്കെല്ലാം സമ്മതിക്കാമല്ലോ. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ നിങ്ങൾ പഠിക്കുക. ഈ ഒരു വീഡിയോ തന്നെ വേണമെങ്കിൽ 1-2 പ്രാവശ്യം കൂടെ ഒന്ന് കാണുക. ഇതിനെപ്പറ്റി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിബ്ലിക്കൽ കാഴ്ചപ്പാട്, ഒരു വശത്തേക്കും കൂടുതൽ മറിഞ്ഞു പോകാതെ ബാലൻസ് ആയിട്ടുള്ള ഒരു ബിബ്ലിക്കൽ കാഴ്ചപ്പാട് എടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.